ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. സാബു വന്നതിൻ്റെ ഒരു പരിണിത ഫലമൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ. സാബു പക്ഷെ പഴയ സാബു അല്ല എന്ന് തോന്നുന്നു. വളരെയധികം മാറ്റങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയ സാബു ടെററാണ്. പക്ഷെ ഇതിനകത്ത് വളരെ സാധുവായിട്ട് 2-3 ഊക്കൊക്കെ പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. വിന്നറൊക്കെ ആയി കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉയർന്നപ്പോഴത്തേക്ക് പുള്ളി നന്നായോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഒരുപാട് ചേഞ്ചസ് കാണാനിടയിൽ ആയി എന്നുള്ളതാണ് വസ്തുത. ഏതായാലും അനീഷ് എന്ന വൻമരത്തിനെ തള്ളിയിടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ഏകദേശം ഫലവും കണ്ടു. കാരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പുള്ളിയുടെ ഒരു കള്ളത്തരത്തിനെ സാബു തന്നെയാണ് എക്സ്പോസ് ചെയ്തിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഫോമാണ് അവിടെ വർക്കൗട്ട് ആയതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലത്തെ ഒരു എപ്പിസോഡിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ലൈവും എപ്പിസോഡും കണ്ടുകൊണ്ടുള്ള ഒരു മിക്സപ്പാണ് ഈ നമ്മുടെ റിവ്യൂവിൽ വരുന്ന ഒരു ട്രബിള്. എപ്പിസോഡിനകത്ത് പുള്ളി പല കാര്യങ്ങളും കട്ട് ചെയ്താണ് ഇടുന്നത്. അപ്പം ലൈവിൽ ഞാൻ കണ്ടതുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ചിലർക്കത് കാണത്തില്ല, അതുകൊണ്ടാണ് നമ്മളടുത്തൊന്ന് തിരിച്ചൊരു ഒപ്പോസിഷൻ പറയുന്നത്. സീരിയസ്ലി നമ്മളത് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അനീഷ് ഫേക്കാണ്. ഒരു പരിധിയിൽ കൂടുതൽ അയാൾ ട്രബിൾ മേക്കർ തന്നെയാണ്. ചുമ്മാ അയാൾ പറഞ്ഞ കാര്യത്തിന് ഒരു 3 കൊമ്പ് എന്ന രീതിയിൽ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പം അയാൾ എങ്ങനെയാണോ അയാൾ നമ്മൾ അതുപോലെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മൾ കല്യാണമൊന്നുമല്ലല്ലോ കഴിക്കാൻ പോകുന്നത്. അതൊരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണ്. ആ കണ്ടസ്റ്റൻ്റ് എബിലിറ്റി, ക്വാളിറ്റി ആൻഡ് അയാളുടെ ഒരു ഇൻട്രാക്ഷൻ, ഈ ഒരു 3നെയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയാൾക്കൊരു ഇത് നിശ്ചയിക്കുക, വോട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നിട്ട് ആളുകളുടെ തലയിൽ കയറാനുള്ള എബിലിറ്റി അയാൾക്കുണ്ട്. ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഹാർട്ടാണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്യുവർ ഹാർട്ട് ഡിവോഴ്സിൽ കൂടെയാണ്. ഡിവോഴ്സ് ഈ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഈ സം മാനർസ് പ്രശ്നം തന്നെയാണ്. ഒരു പാർട്ട്ണറെ നന്നായി കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമോ അന്യായങ്ങളോ ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും കുട്ടികളുള്ള ഒരു പാർട്ട്ണറെ ഒറ്റപ്പെടുത്തി കുട്ടികളെ പറ്റി മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയിലുള്ള ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചെടുക്കുക. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദോസ് കൈൻഡ് ഓഫ് ക്വാളിറ്റി. അയാളുടെ ആ സോക്കാൾഡ് ക്വാളിറ്റി എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടായി ആ കുട്ടീനെ പറ്റി ഒരു വാക്ക് പോലും പറയാതെ അമ്മ സഹോദരൻ മാത്രം പറയുന്നത് ആ സ്ത്രീയോട് ചിലപ്പോൾ പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ അവർ അയാളോട് പെരുമാറിയ രീതി അനുസരിച്ചിട്ടോ അയാൾക്ക് പകയൊക്കെ പറയും. പക്ഷെ കുഞ്ഞിനെ പറയാത്തത്, കുട്ടികളെ പറയാത്തത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഈ ആഹാരം പ്യുവർ സോളാണെന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഏകദേശം മനസ്സിലായില്ല അയാളുടെ എബിലിറ്റിയും ക്വാളിറ്റിയും. പിന്നെന്താണ് അയാൾ അവിടെ നിൽക്കുക കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അയാൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അതിനകത്തും പലരെയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടും ഒരു പരിധി വരെ എല്ലാവരുമായിട്ട് മിക്സപ്പായി ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് എല്ലാവരുമായിട്ട് മിക്സപ്പായി മുൻപോട്ട് പോകാൻ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ആൻഡ് അതുപോലെ ഫ്ലോപ്പ് ആകുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഷാനവാസ് എന്ന് പറയുന്ന ആൾ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ ഒരു പ്രാവശ്യം കുത്തി കഴിഞ്ഞാൽ അയാൾ പിന്നെ തിരിച്ച് കുത്തൂലേ. നമ്മൾ എന്തിനും ഒരു ന്യൂട്ടൻ്റെ സിദ്ധാന്തമാണ് എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. ആ റിയാക്ഷൻ തിരിച്ച് കിട്ടുക തന്നെ ചെയ്ത് വാങ്ങാൻ തയ്യാറുള്ളവർ വേണം കുത്താനായിട്ട് പോകാനായിട്ട്. അപ്പം അനീഷ് എന്ന വൻമരത്തിനെ എക്സ്പോസ് ചെയ്യാൻ സാബുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആൻഡ് അനുമോള് കുറച്ച് ക്യൂട്ടാണ്, ക്യൂട്ട്നെസ് ഓവർലോഡാണ്. അനുമോൾക്ക് ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഷീ ഈസ് അറ്റാച്ച്ഡ് സോ മച്ച് അറ്റാച്ച്ഡ് ടു ദാറ്റ് ആതിര ആൻഡ് നൂറ. ആദിലയും നൂറയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു കുറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മാനർ കുറ്റം തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ ക്വാളിറ്റിയെ അത് ഡീഗ്രേഡ് ചെയ്യും. നമ്മൾ മറ്റൊരു പേഴ്സണെ ബൂസ്റ്റപ്പ് ചെയ്യാനല്ല അവിടെ പോയിരിക്കുന്നത്. നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ എബിലിറ്റി അവിടെ ഷോ കാണിക്കാനാണ്. അപ്പം ആ ഷോയ്ക്ക് പകരം മറ്റൊരാളുടെ എബിലിറ്റിയെ പറ്റി കൂടുതൽ വാക്ചാതുര്യത്തോടു കൂടി സംസാരിക്കുന്നത് അവരുടെ ഒരു പേഴ്സണാലിറ്റിക്ക് ഡീഗ്രേഡ് ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതാണ് അനുമോൾ ചെയ്യുന്ന മിസ്റ്റേക്ക്. ആൻഡ് ലക്ഷ്മി കയറി വരുന്നുണ്ട്. അതിനുള്ള ടൈം അവൾക്ക് കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഷീസ് ഓക്കെ. ആൻഡ് പോകാൻ നേരം സാബുമോൻ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കൂട്ടാക്രമണത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകാതിരിക്കുക. ആ വിഷയം ലക്ഷ്മിക്ക് അത്ര കിട്ടിയില്ല എന്ന് തോന്നുന്നു, പക്ഷെ ആദിലേക്ക് കിട്ടി. ആൻഡ് മോസ്റ്റ്ലി അതിനകത്തുള്ള ഏറ്റവും ക്രൂക്കിഡ് കണ്ടസ്റ്റൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില തന്നെയാണ്. കാരണം പുറത്തു നിന്ന് വരുന്ന ഓരോ പേഴ്സണെയും അവരെ പേഴ്സണലി സ്റ്റഡി ചെയ്ത ശേഷം അവർ പറയുന്നതിൽ നിന്ന് പുറത്തുള്ളവരുടെ ഒരു ഇതെന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പയ്യെ അബ്സോർബ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് അവിടെ കരുക്കൾ നിൽക്കുന്നത്. നൂറ ഇതിലൊന്നിലും പെടാതെ വെറും ഒരു പപ്പറ്റായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എവരിവൺ ഈസ് സെയിം കാലിബർ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവൾ മുൻപോട്ട് വരുന്നില്ല എന്നൊരു പരാതി എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. ആ പരാതി ക്യൂട്ട്നെസ് ആണ്, ചിരി നല്ലതാണ്, ഭംഗിയാണ്.
ഭംഗിയല്ലല്ലോ കാര്യം, പ്രവൃത്തിയിലല്ലേ കാര്യം. രണ്ടുപേരും കളിച്ച് മുന്നേറുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഇന്നിപ്പോൾ ഒരു ടാസ്ക് കൊടുത്തതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അവരെ അവിടെ ഓർമ്മിക്കുന്നവരും ഓർമ്മിക്കാത്തവരുമായിട്ടൊക്കെ ഒരു ഇത് താരതമ്യം പഠനം നടത്താൻ പറയുന്നുണ്ട്. അതിനകത്ത് പലരും ആദില നൂറയുടെ കാര്യം വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. കാരണം ലെസ്ബിയൻ കപ്പിൾസ് ആദ്യമായിട്ട് വന്നത് മലയാളം ഷോയിലാണ്. അപ്പോൾ മലയാളം ഷോ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കുമെന്നൊക്കെയാണ് നമ്മുടെ അരവിന്ദാക്ഷം പറയുന്നത്, അനീഷ് പറയുന്നത്. പക്ഷെ ഒരു സ്വർണ്ണ ലിപിയും അല്ല, ഒരു മഞ്ഞ ലിപിയും അല്ല, തീട്ട ലിപിയിലാണ് എഴുതി ചേർക്കുക. വൾഗറിസം അത്രയേ ഉള്ളൂ. ആൻഡ് പിന്നെ സാബു തിരിച്ചു പോകുന്നതാണ്. സാബുമോൻ്റെ കാര്യം ആരും സൂചിപ്പിക്കുന്നില്ല. അവിടെ സൈലൻ്റായി നിൽക്കുന്ന ഒരു വ്യക്തി സാബുമോനാണ്. ഒരു കളിയുമില്ല. ടാസ്ക് ഒക്കെ ചെയ്താൽ മാത്രം പോരല്ലോ, ഇൻട്രാക്ഷൻ ഇൻഡീഡ് അതില്ല. ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം സാബുമോൻ്റെ കയ്യിലില്ല. സാബു ശരിക്ക് പിന്നെ റോസ്റ്റിംഗ് പറയാം. ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാനതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റോസ്റ്റിംഗ് സൂപ്പറായിരുന്നു. പക്ഷേ സാബുവിന് തിരിച്ച് ഒരു റോസ്റ്റിംഗാണ് കിട്ടിയത്. അതിനെപ്പറ്റി അക്ബർ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ അക്ബറിൻ്റെ ആ ക്രൂക്കിഡ് മെൻറ്റാലിറ്റി മനസ്സിലാക്കുക. റെസ്പെക്റ്റ് അവന് ഒരാളോടും ഇല്ല എന്ന്, ഒരു ഓൾഡ് കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ ആണ് എന്നുള്ളൊരു റെസ്പെക്റ്റ് പോലും സാബുവിന് അക്ബർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ധാർഷ്ട്യം അതിനകത്തുണ്ട്. അയാളുടെ പിന്നിലുള്ള PR എന്ന് പറയുന്നത് ബിഗ് ബോസ് ടീം തന്നെയാണ് എന്നുള്ളത്. സോ ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിൽ പോകുന്നുണ്ട്. ഇനി പോകെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. സോ മച്ച് പ്രഷർ ഉണ്ടാകേണ്ട ഒരു പിന്നെ ഡേകളാണ്. പക്ഷെ ആർക്കും ഒരു പ്രഷർ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിന്നി പുറത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നൊരു സൂചന കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഈ നെക്സ്റ്റ് എവിക്ഷനിൽ മേ ബി ബിന്നി ആൻഡ് സാബുമോൻ ആയിരിക്കാനാണ് ചാൻസ്. വേറെ ആരും അവിടെ എവിക്റ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ളവരായിട്ട് ആരുമില്ല. ആര്യൻ നിലനിർത്താനാണ് ചാൻസ്. അവനൊരു പ്യുവറാണ് കേട്ടോ, അവൻ പ്യുവർ സോളാണ്. അതിൻ്റെ റീസൺ മണ്ടനാണ്, മന്ദബുദ്ധിയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഒരു കാണാൻ ഭംഗിയുണ്ട്, ഈ ചന്തമുള്ളതെല്ലാം തിന്നാൻ കൊള്ളൂല എന്ന് പറയുന്ന കണക്കുള്ളൊരു ഫോമാണ് അവൻ്റെ കാര്യത്തിൽ. മന്ദബുദ്ധിയാണ്, പക്ഷെ നിൽക്കാനാണ് ചാൻസ്. അപ്പം 5 വരാൻ ചാൻസസ് ആർ ദെയർ. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും ട്രാൻസ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ആദില ആ പെട്ടി വെക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് ഇറങ്ങണമെന്ന്. മേ ബി അതും എടുത്തുകൊണ്ട് അവൾ ഇറങ്ങുമായിരിക്കും. നൂറ 5 വരുമായിരിക്കും. അപ്പോൾ അനീഷ്, അക്ബർ, ഷാനവാസ്, അനുമോള്, നൂറ, ഇവർ ഇത്രയും പേരായിരിക്കും. നൂറ ഓർ ലക്ഷ്മി, ഇതിലൊരാൾ മാറിയിട്ട് ലക്ഷ്മി കയറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ലക്ഷ്മി ഔട്ടാവും. ഈ 5 പേരാണ് അവിടെ ചാൻസസ് അതേ. വലിയ വീട്, കുറച്ച് ആൾക്കാർ കുറവ്, ആരും നെർവസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, നന്നായി പോകുന്നുണ്ട്. ബട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയും അവിടെ നടക്കുന്നില്ല. ഐ മീൻ ഫൈറ്റ് എന്നല്ല, നത്തിങ് ഹാപ്പനിങ്, അത്രയേ ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. സോ ബോറിംഗ് ആണ്. നിങ്ങൾ പോയി നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ റിവ്യൂസ് കണ്ടാൽ തന്നെ ഇനഫ് ആകും. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ബിഹൈൻഡ് ദാറ്റ് സ്റ്റുപ്പിഡ് തിങ്. ഐ ആം വേസ്റ്റിംഗ് മൈ ടൈം. അത് നിങ്ങൾ കൂടെ ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം പറയേണ്ടി വരുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതേ ഉള്ളൂ എപ്പിസോഡ് റിവ്യൂ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിച്ചാൽ അപ്പോഴപ്പോഴുള്ളത് അപ്ഡേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക് യു. കമൻസ് ഇടണേ.